അഗ്രിഗുരുവിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് മീനിങ് ആൻഡ് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ എന്നുള്ളതാണ്. എന്താണ് ഈ മോട്ടിവേഷൻ? ഈ വാക്ക് ഒരുപാട് പേർ എപ്പോഴും കേൾക്കുന്നതാണ്. ചിലർ സ്വയം പറയുന്നതാണ്, എനിക്ക് ഇന്ന് പഠിക്കാൻ ഒരു മോട്ടിവേഷൻ ഇല്ല, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് പഠിക്കാൻ ഒരു മോട്ടിവേഷൻ ഉണ്ട്. എന്താണ് ഈ മോട്ടിവേഷൻ? എന്താണ് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നതിൻ്റെ മീനിങ്? നമ്മൾക്ക് ഒരു കാര്യം, ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഫോഴ്സ് നമുക്ക് മെൻ്റലി ലഭിക്കുന്ന, അല്ലെങ്കിൽ അത് ഇന്ന് അച്ചീവ് ചെയ്യണം എന്നുണ്ടാകുന്ന ആ ഡിസയർ, ആ ഫോഴ്സിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇത് തീർത്തും മെൻ്റലി നമുക്ക് ലഭിക്കുന്ന ഒരു സാധനമാണ്. അതിന് പല കാരണങ്ങളുണ്ടാവാം. ചിലപ്പോൾ അത് നമുക്ക് ഇന്ന് ഈ പരീക്ഷ ജയിച്ചാൽ എനിക്ക് ഒരു സൈക്കിൾ ലഭിക്കും, അല്ലെങ്കിൽ ഒരു ബൈക്ക് ലഭിക്കും എന്നതാവാം. അല്ലെങ്കിൽ ഈ പരീക്ഷ ജയിച്ചാൽ മാത്രമേ എനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് ആവാം. അങ്ങനെ പലതുമാവാം. ഇത് തീർത്തും കംപ്ലീറ്റ്ലി മെൻ്റലി നമുക്ക് വരുന്ന ഒരു ഫീലിംഗ് ആണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ മോട്ടിവേഷനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് ഇൻട്രിൻസിക് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻറ്റേർണൽ മോട്ടിവേഷൻ, മറ്റൊന്ന് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ മോട്ടിവേഷൻ. അപ്പോൾ എന്താണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ, എന്താണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ? ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഇൻറ്റേർണൽ മോട്ടിവേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. അതാണ് നമ്മുടെ ഇന്നേറ്റ് ആയിട്ടുള്ള ഡിസയേഴ്സ് മൂലം നമുക്ക് തോന്നുന്ന മോട്ടിവേഷൻ. അതായത് എനിക്ക് ഒരിക്കലെങ്കിലും ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം, എനിക്ക് ഈ പൊസിഷനിലേക്ക് എത്തണം എന്ന് നമ്മൾക്ക് ഉള്ളിൽ തോന്നി നമ്മൾ മോട്ടിവേറ്റഡ് ആകുന്ന ആ ഒരു ഇതിനെയാണ്, അങ്ങനെ നമുക്ക് ലഭിക്കുന്ന മോട്ടിവേഷനെയാണ് നമ്മൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അത് നമ്മളുടെ ഇന്നേറ്റ് ആയിട്ടുള്ള ഡിസയേഴ്സ് ആവാം, നമ്മുടെ നീഡ്സ് ആവാം, അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന മോട്ടിവേഷൻ. എന്നാൽ അതേസമയം എക്സ്ട്രിൻസിക് അല്ലെങ്കിൽ എക്സ്റ്റേണൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ഓൺ എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. അതായത് നമ്മൾക്കിപ്പോൾ ഇങ്ങനെ പെർഫോം ചെയ്താൽ നമുക്ക് സാലറി കൂടുതൽ കിട്ടും എന്ന് നമ്മുടെ ബോസ് പറയുന്നു. ബോസ് നമ്മളെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു മാനേജർ, നമ്മുടെ ഒരു ബോസ് നമുക്ക് സാലറി വെച്ച് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അതല്ലെങ്കിൽ നമ്മുടെ റിവാർഡ് വെച്ച് മോട്ടിവേറ്റ് ചെയ്യുന്നു. ഇന്ന പോലെ വർക്ക് ചെയ്താൽ നമുക്ക് ഈ റിവാർഡ് കിട്ടും. ഇപ്പോൾ പണ്ടൊക്കെ നമ്മുടെ അച്ഛനമ്മമാർ പറയായിരുന്നു, ഈ പരീക്ഷയ്ക്ക് ഇത്രാമത്തെ റാങ്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈക്കിൾ മേടിച്ച് തരാം, അല്ലെങ്കിൽ ഇത്ര പ്രീ ഡിഗ്രി നല്ല രീതിയിൽ പാസ്സായാൽ, അല്ലെങ്കിൽ +1 +2 നല്ല രീതിയിൽ പാസ്സായി കഴിഞ്ഞാൽ ഇത് ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടർ മേടിച്ച് തരാം, കോളേജിലേക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ചെയ്തു തരാം എന്നൊക്കെ പറയുന്നതൊക്കെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വെച്ച് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒരിക്കലും, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒരിക്കലും ഇൻറ്റേർണൽ ഫാക്ടേഴ്സിനെ നള്ളിഫൈ ചെയ്യുന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഒരു പക്ഷേ നമ്മുടെ നോളേജ് ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ പരീക്ഷയിൽ നല്ല മാർക്ക് മേടിക്കണം എന്നുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാവാം. പക്ഷേ ആ മോട്ടിവേഷൻ ലെവൽ പൂർണ്ണമല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ടാവില്ല. പക്ഷേ പ്രൊവൈഡഡ് ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ, ഒരു റിവാർഡ് നമ്മൾക്ക് ലഭിക്കുകയാണെങ്കിൽ അത് ഇതിലേക്ക് ബിൽഡ് ചെയ്യപ്പെടും. നമ്മുടെ ഈ ആഗ്രഹത്തിലേക്ക് ബിൽഡ് ചെയ്യുകയും നമ്മുടെ മോട്ടിവേഷൻ ലെവൽ ഉയർത്തും എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്, അതുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് ഒരിക്കലും ഇൻറ്റേർണൽ മോട്ടിവേഷനെ നള്ളിഫൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ് തിയറിസ്റ്റുകൾ പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു ടോക്ക് പിന്നെ കാണാം. നന്ദി.